മഹാന്മാരായ ബദരീങ്ങൾ ഇതേ ദിവസമാണ് ബദറിന്റെ രണഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി രക്തവും ജീവനുമൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കൊക്കെ ഇന്നും ഇതേ നിലയിൽ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ, മുസ്ലിമീങ്ങളായി സ്വതന്ത്രരായി ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയ ദിനം. അള്ളാഹു അവരോടൊപ്പം നമ്മയും അള്ളാഹുവിൻ്റെ ഫിർദൗസിൽ ചേർക്കുമാറാവട്ടെ. അവരൊക്കെ ദീനിനു വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടിന്റെ, ത്യാഗത്തിന്റെ ഒരു അംശമെങ്കിലും ജീവിതത്തിൽ നമുക്കും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വഹിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. രണ്ടാമത്തെ പത്തൊക്കെ ആയി അവസാനം, അടുത്തിന് മൂന്നാമത്തെ പത്തിലോട്ടൊക്കെ അടുക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ഇനിയൊക്കെ പള്ളിയിൽ ഇത്രയൊക്കെ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് കുറെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കൊഴിഞ്ഞിനി അവസാനത്തെ പത്താകുമ്പോഴേക്കും ഷോപ്പിങ്ങിന്റെ പത്താവും. സ്ഥിരമായിട്ട് രണ്ടുപേര്, ഇതുവരെ മുടങ്ങാത്ത രണ്ടുപേര് ഉണ്ടായിരുന്നു, ഷാജാനിക്കായും ജഹാംഗീർ. അവർ രണ്ടുപേരും ഹോസ്പിറ്റൽ കേസായിരുന്നു അല്ലേ, ആണ് കാണാത്തത്. അൽഹംദുലില്ലാഹ്. നമ്മൾ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, വുളുവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്ലാസ് വളരെ പ്രയോജനകരമാണ് എന്ന് തോന്നുന്നു. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളിത് ഈ അൽമിന്ന എന്ന് പറയുമ്പോഴൊരു യൂട്യൂബ് ചാനല്, അതിൽ ഈ ക്ലാസ് നമ്മളെ സുഹൃത്ത് ആദം ബാബ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ദിവസം. അപ്പൊ അതിൽ ഈ തൊട്ടാൽ ഉളു മുറിയാത്ത സ്ത്രീകൾ എന്ന ക്യാപ്ഷനിൽ നമ്മൾ ആ ഉളു മുറിയുന്ന കാര്യങ്ങളിൽ ആരെയൊക്കെ, ഏതൊക്കെ സ്ത്രീകളെ തൊട്ടാലാണ് ഉളു മുറിയാത്തെന്ന വിഷയം ചർച്ച ചെയ്ത് 1600ഓളം പേരത് കാണുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, നല്ല അഭിപ്രായം. അതില് മാത്രമല്ല, ആ കണ്ടതില് ഞാൻ പറയാത്തൊരു കാര്യം സംശയമായിട്ട് ഒരാൾ ചോദിച്ചൊരു മറുപടിയും കൊടുക്കാൻ കഴിഞ്ഞു. മകന്റെ ഭാര്യയെ തൊട്ടാ വുളു മുറിയില്ല എന്നുള്ളത്. നമ്മള് ഇന്ന ആളുകളെ തൊട്ടാ വുളു മുറിയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞിട്ടില്ല. മകന്റെ ഭാര്യയെ തൊട്ടാ വുളു മുറി എന്നുള്ളത് മുറിയോ? മുറിയില്ല, ഇല്ല. ആ വിഷയം പറഞ്ഞിട്ടില്ല. അപ്പൊ അത് സംശയമായിട്ട് ചോദിച്ചു. ഈ കേട്ട ഒരാള് നമ്മളാ ചാനലിൽ എന്തിരിക്കുന്നു കമന്റില് മകന്റെ ഭാര്യയെ തൊട്ടാൽ വുളു മുറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അത് പറയാത്തോണ്ടാണ് അത് ചോദിച്ചത്. അതുപോലെ അൽഹംദുലില്ലാഹ് നമ്മളെ ഫാത്തിഹയിൽ വരുന്ന തെറ്റുകളൊക്കെ അതിൽ 300ഓളം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അതുപോലെ കസേരയിലെ നിസ്കാരം 600 പേരോളം ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ടവര്. കാരണം ആളുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന, അല്ലെ ആളുകൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാകുമ്പോൾ കൂടുതൽ ആളുകൾ അത് കാണും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ ഫാത്തിഹയിലെ ആദ്യം മുതൽ ബിസ്മി മുതൽ അവസാനം വലദ്ദാലീൻ എന്നത് വരെ സാധാരണ നമ്മളിൽ ഉണ്ടാകാവുന്ന തെറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ 4ാമത്തെ ഫർളാണ് ഫാത്തിഹ ഓതൽ. ഫാത്തിഹ പറഞ്ഞു, മസ്ബൂഖ് പിന്തി തുടർന്ന ഒരാളല്ലാത്ത എല്ലാവരും ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഒക്കെ ഫാത്തിഹ ഓതണം. മഅമൂം ഉൾപ്പെടെ ഫാത്തിഹ ഓതണം. മാമൂമായിട്ടാണെങ്കിൽ പോലും ഇപ്പൊ തറാവീഹ് നിസ്കാരത്തില് ഇമാം എത്ര വേഗത്തിൽ സൂറത്ത് ഓതി തീർന്നാലും മാമൂം എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. ഇപ്പൊ ഇന്ന ആറ്റൈനാക്കൽ കൗസറൊക്കെ ഓതുമ്പോൾ മാമൂമിന് ഫാത്തിഹ ഓതാൻ സമയം കിട്ടുമോ? കിട്ടാറില്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ? അതെ. പക്ഷെ ഇമാം എത്ര വേഗത്തിൽ ഓതിയാലും മാമൂം എന്ത് ചെയ്തിരിക്കണം? തുടക്കത്തിലുള്ള മാമൂമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫാത്തിഹ ഓതി പൂർത്തിയാക്കണമല്ലോ. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന ഒന്ന്, ഇമാമ് ഫാത്തിഹ ഓതി പകുതിയാകുമ്പോൾ നമ്മൾ ഫാത്തിഹ തുടങ്ങണം. അങ്ങനെ പറ്റും. ഇമാമിന്റെ ഫാത്തിഹ കേൾക്കല് നിർബന്ധമില്ലല്ലോ. വജ്ഹത്ത് നമ്മൾ ഓതുന്നില്ല. ഇമാമ് ഫാത്തിഹ ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് തോന്നുന്നുണ്ട്? വജ്ഹത്ത് ഓതുന്നുണ്ട്. വജ്ഹത്ത് ഓതി കഴിഞ്ഞിട്ട് ഇമാമ് സൂറത്ത് ഓതി തീരുന്നതിന് മുമ്പ് നമുക്ക് ഫാത്തിഹ ഓതി തീർന്നിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇമാമിന്റെ ഫാത്തിഹ തുടങ്ങുമ്പോൾ കൂടെ തുടങ്ങാൻ പാടില്ല. അത് ഫർളിനോടൊപ്പം ആയി പോകും. മറിച്ച് എന്ത് ചെയ്യാം? ഇമാമിന്റെ ഫാത്തിഹ പകുതിയാകുമ്പോൾ നമ്മുടെ ഫാത്തിഹ ഓതി തുടങ്ങാം. അപ്പൊ ഇടയിൽ വലദ്ദാലീൻ ഇമാം പറയുമ്പോൾ ആമീൻ പറയണ്ടേ? ആമീൻ പറയാം. ആമീൻ പറയുന്നതോടുകൂടി, പറയുന്ന കാരണത്താൽ ആ ഫാത്തിഹ മുറിയില്ല, ബാക്കി ഓതിയാൽ മതി. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ആമീൻ പറയുന്നിടത്ത് ഫാത്തിഹയുടെ തുടർച്ചയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെ ആയാലും മാമൂമിങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം? ഫാത്തിഹ ഓതി പൂർത്തിയാക്കിയിരിക്കണം.
അതിപ്പോ ഇമാം റുക്കോയിൽ നിന്ന് ഉയരുന്നതിന് മസ്ബൂക്ക് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്തുടർന്ന അല്ല എങ്കിൽ ഇമാം റുക്കോയിൽ നിന്ന് ഉയരുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എത്തിയില്ലെങ്കിലും നമ്മൾ ഫാത്തിഹ ഓതി പൂർത്തിയാക്കണം. അത് നിർബന്ധമായ കാര്യമാണ് എല്ലാ നിസ്കാരത്തിലും. ഒഴിവുള്ള നമ്മൾ പറഞ്ഞ പിന്തുടർന്ന ഒരാളിന് മാത്രം, അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വേഗത്തിൽ നിസ്കരിക്കുന്ന ഒരു ഇമാം, ആ നിസ്കാരം കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഉറക്ക പോകുന്ന നിസ്കാരമല്ല, പതുക്കെ വന്നപ്പോൾ ലൊഹർ അസർ പോലെ പതുക്കെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഇമാമ് പെട്ടെന്ന് റുക്കോയിലേക്ക് പോയി, നമുക്ക് ഫാത്തിഹ പൂർത്തിയാക്കാൻ പറ്റിയില്ല, പതുക്കെ ഓതുന്ന ആളാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർക്ക് ഇമാമ് വഹിക്കും. അല്ലാതെ ഉള്ളപ്പോഴൊക്കെയും ഫാത്തിഹ ഇമാമും ഓതല് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി നമ്മൾ വരുന്നത് ഫാത്തിഹ തുടർച്ചയായിട്ട് ഓതണം, ഇടയിൽ മുറിയാൻ പാടില്ല. ഫാത്തിഹ ഓതുമ്പോൾ അങ്ങനെ മുറിയാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ വരാം. ഒന്ന്, ഇപ്പോ ഇമാമ് ഓതിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇമാമിന്, നമ്മൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇമാമ് സൂറത്ത് ഓതയാണ്, ഇമാമിന്റെ സൂറത്ത് തെറ്റി, എന്നാൽ മാമൂമിന് എന്ത് ചെയ്യാം? ഇഷാറത്ത് ചെയ്യാം. അതുകൊണ്ട് ഫാത്തിഹ മുറിയൂല. എന്നാൽ ഒരാൾ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക തുമ്മുമ്പോൾ നിസ്കാരത്തിലാണെങ്കിലും അൽഹംദുലില്ലാ പറയല് സുന്നത്തുണ്ട്. നിസ്കാരത്തിലാണെങ്കിലും തുമ്മുമ്പോൾ അൽഹംദുലില്ലാ പറയൽ സുന്നത്തുണ്ട്. പക്ഷേ ഫാത്തിഹ ഇടയിലാണിത് പറഞ്ഞെങ്കിൽ ഫാത്തിഹ മുറിഞ്ഞു. അപ്പൊ പിന്നെ പരിഹാരം എന്താണ്? വീണ്ടും ആദ്യം മുതലേ ഫാത്തിഹ ഓതണം. കാരണം നിസ്കാരവുമായി ബന്ധമുള്ളൊരു കാര്യമല്ല. ഇമാമിനെ ഉണർത്തിയത് നിസ്കാരവുമായി ബന്ധമുള്ള കാര്യം ആയതുകൊണ്ട് ആ തുടർച്ച മുറിയില്ല. എന്നാൽ ഫാത്തിഹയുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ അൽഹംദുലില്ലാ പറഞ്ഞു, അത് കാരണത്താൽ എന്ത് ചെയ്യാം? ഫാത്തിഹ മുറിയും. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ വീണ്ടും ഫാത്തിഹ ഓതണം. ഇനി അതല്ല, ഫാത്തിഹയിൽ 2-3 ആയത്ത് ഓതിയിട്ട് വന്നപ്പോ വേറെ എന്തോ ഓർമ്മയിലായിപ്പോയി, പെട്ടെന്ന് സ്റ്റക്കായി, ഒരല്പസമയം കഴിഞ്ഞിട്ടാണ് വീണ്ടും തുടർന്നത്, എന്നാലും ഫാത്തിഹയുടെ തുടർച്ച മുറിയും. അപ്പൊ എന്ത് വേണം? ആദ്യം മുതൽ വീണ്ടും ബിസ്മി മുതൽ ഓതി വരണം. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കേ ഇമാമിന്റെ ആമീൻ പറയുന്നു. അങ്ങനെ തന്നെ കിതാബിൽ പറയുന്നുണ്ട്. എങ്ങനെ? ഫാത്തിഹയുടെ ഇടയിൽ ഇമാമിന്റെ ഫാത്തിഹയ്ക്ക് ആമീൻ പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്തെന്നാണ്? ഇമാമ് ഫാത്തിഹ തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? മാമൂമിന് ഫാത്തിഹ ഓതാം. അങ്ങനെ വരുമ്പോൾ ആ ആമീൻ പറയൽ കൊണ്ട് ഫാത്തിഹ മുറിയൂല. അപ്പൊ നമ്മളിപ്പം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് നിർത്തിയപ്പോഴാണ് ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇമാമിനോടൊപ്പം നമ്മൾ ആമീൻ പറഞ്ഞാലും ഫാത്തിഹ മുറിയൂല. ആമീൻ പറഞ്ഞതിന് ശേഷം ബാക്കി എന്ത് ചെയ്താൽ മതി? ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ഓതിയാൽ മതി. ഇങ്ങനെയുള്ള. അതുപോലെ തന്നെ ഇമാമ് നമ്മൾ ചിലപ്പം ഓതുന്ന സൂറത്തുകൾക്ക്, ചില സൂറത്തുകളുടെ ഇടയിൽ ചില ആയത്തുകളൊക്കെ ഓതുമ്പോൾ അതിന് പറയേണ്ട ദിക്റുകളും ദുആകളൊക്കെ ഉണ്ട്. ആ സന്ദർഭത്തിലും നമ്മളെ ഫാത്തിഹ മുറിയൂല. കാരണം നിസ്കാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. ഉദാഹരണത്തിന് നമ്മള് സൂറത്തുൽ ഗാശിയ അവസാനം ഇന്ന ഇലായിന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും എന്ന് ഓതി കഴിയുമ്പോൾ ഇമാമിനും കേൾക്കുന്നവർക്കൊക്കെ സുന്നത്താണ് അല്ലാഹുമ്മ ഹാസിബിന ഹിസാബൻ യസീറാ എന്ന് പറയും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ലഘുവായ വിചാരണ ചെയ്യണമേ എന്ന്. ഇത് ഫാത്തിഹയുടെ ഇടയിൽ പറഞ്ഞാലും ഫാത്തിഹ മുറിയില്ല. കാരണം നിസ്കാരവുമായി ബന്ധമുള്ള കാര്യമായതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മള് തറാഹിനൊക്കെ സ്ഥിരമായിട്ട് തോന്നുന്ന സൂറത്ത് വത്തീനി വസ്സൈത്തൂൻ, അതിൽ അവസാനം അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്ന് ഓതി തീർത്തുമ്പോൾ ഇമാമിനും കേൾക്കുന്നവർക്കും സുന്നത്താണ് ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്ന് പറയും. ബല വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. അല്ലാഹു തആലയോട് ചോദിക്കുന്നു, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, അല്ലാഹു വിധികർത്താക്കളിൽ ഏറ്റവും നല്ല ഉന്നതനായ വിധികർത്താവ് അല്ലയോ എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ പറയും ബല, അതെ, വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ, ഞാൻ അതിന്റെ മേൽ സാക്ഷിയാണ് എന്ന്. അപ്പൊ ഇങ്ങനെ പറയുന്നതും സുന്നത്താണ്. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യില്ല? ഫാത്തിഹ മുറിയില്ല. കാരണം ഇതെല്ലാം നിസ്കാരവുമായി ബന്ധം. എന്നാൽ അൽഹംദുലില്ലാ പറഞ്ഞാലോ, തുമ്മിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ അത് നിസ്കാരവുമായി ബന്ധമുള്ള കാര്യമല്ല. അത് എനിക്കുണ്ടായ ഒരു കാര്യത്തില് അതുകൊണ്ട് പറയൽ സുന്നത്തുണ്ട്. പക്ഷെ ഫാത്തിഹയുടെ ഇടയിലാണ് പറയുന്നെങ്കിൽ ആ ഫാത്തിഹ മുറിയും. അപ്പൊ തുടർന്ന് വീണ്ടും ആദ്യം മുതൽ ഓതി വരണം.
മനസ്സുകൊണ്ട് നമ്മൾ പറയുമ്പോഴേക്കും അത് ഫാത്തിഹ അത്രയും സമയം സ്റ്റോപ്പ് ആവുന്നെങ്കിൽ പറയും. ആ ആ ആ ഫാത്തിഹ മുറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഫാത്തിഹ മുറിഞ്ഞിട്ടില്ലെങ്കിൽ ഫാത്തിഹ അത് പറയാൻ വേണ്ടി ഫാത്തിഹ സ്റ്റോപ്പ് ആക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഏതെങ്കിലും കാരണത്താല് ഫാത്തിഹ നിന്നാലാണ് ഈ പറഞ്ഞത് തുടർന്ന് ഓതണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം തുടർച്ചയായി ഓതുക എന്നുള്ളത് ഫാത്തിഹ ഓതുന്നതിന്റെ നിബന്ധനയാണ്. ഇതിന്റെ ഇടയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത വേറൊരു കാര്യം ഇടയിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ ഫാത്തിഹ മുറിയും. പിന്നെ പരിഹാരം വീണ്ടും ഒന്നേന്ന് ഫാത്തിഹ തുടർന്ന് ഓതലാണ്. അതുപോലെ വരുന്നൊരു കാര്യമാണ് ഫാത്തിഹ ഓതുന്നതിനിടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആയത്ത് ഓതിയോ ഓതിയില്ലേ എന്നൊരു സംശയം ഉണ്ടാകാം. സ്വാഭാവികമാണ്. അപ്പോ കാരണം നമ്മൾ ചിലപ്പം സ്ഥിരമായിട്ട് ഓതുന്ന ആയതുകൊണ്ട് കൈയെട്ടി ഓട്ടോമാറ്റിക് ഫാത്തിഹ വരും. അവസാനം വലദ്ദാലിയും പറയുമ്പോഴാണ് മാലിക്കും ഇതിന് ഓതിയോ ഇല്ലേ എന്നൊരു സംശയം വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരാള് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കെ ബിസ്മി ഓതിയോ എന്നൊരു സംശയം ഉണ്ടായി. കാരണം ബിസ്മി ഫാത്തിഹയിൽപ്പെട്ടതാണ്. ആ സംശയം ഉണ്ടായിരിക്കെ തന്നെ അവൻ ഫാത്തിഹ പൂർത്തിയാക്കി. എന്നാലും വീണ്ടും അവൻ ഫാത്തിഹ ബിസ്മിയോടുകൂടി എന്ത് ചെയ്യണം? ഓതണം. എവിടെ വെച്ചാണോ സംശയിച്ചത് അവിടെ വെച്ച് നിർത്തിയിട്ട് വീണ്ടും ബിസ്മിയിൽ പോയിട്ട് ഇങ്ങോട്ട് വരാം. ഇവൻ ആ സംശയത്തോടു കൂടി എന്ത് ചെയ്തില്ല, അവിടെ നിർത്താതെ അവസാനം കൊണ്ട് പൂർത്തിയാക്കിയാലും ആ ഫാത്തിഹ ശരിയായിട്ടില്ല. വീണ്ടും ഉറപ്പായിട്ട് ബിസ്മിയോടുകൂടി അത് ഓതി തീർക്കണം. ഇനി ഫാത്തിഹ ഓതി തീർന്നതിന് ശേഷമാണ് അവൻ സംശയിച്ചത് ബിസ്മി ഓതിയോ അല്ലെങ്കിൽ അൽഹംദുലില്ലാ ഓതിയോ. അങ്ങനെ സംശയിച്ചാൽ ആ ഫാത്തിഹയ്ക്ക് കുഴപ്പമില്ല, ആ ഫാത്തിഹയ്ക്ക് പ്രശ്നമില്ല. ഓതിക്കൊണ്ടിരിക്കെ ഒരു ആയത്ത് ഓതിയൊന്ന് സംശയിച്ചാൽ മാത്രമാണ് പ്രശ്നമുള്ളത്, ശരിയാവാത്തത്. ഓതി പൂർത്തിയായതിനു ശേഷം സംശയമുണ്ടായാൽ കുഴപ്പമില്ല. അത് എല്ലാ ഫർളുകളും അങ്ങനെയാണ്. ഒരു ഫർള് ചെയ്തുകൊണ്ടിരിക്കെ ആ ഫർളില് സംശയിച്ചാൽ വീണ്ടും അത് മടക്കി ചെയ്യണം. എന്നാൽ ആ ഫർള് ചെയ്ത് പൂർത്തിയായതിനു ശേഷമാണ് അതിലേതെങ്കിലും ഒന്ന് വിട്ടുപോയെന്ന് സംശയിച്ചാലോ കുഴപ്പമില്ല. ഇപ്പൊ ഒന്നു ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നു ചെയ്തുകൊണ്ടിരിക്കെ കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തല തടവിയോ എന്നൊരു സംശയം വന്നാൽ എന്ത് ചെയ്യണം? തല വീണ്ടും മടക്കി തല തടവിയിട്ട് കാല് വീണ്ടും കഴുകണം. എന്നാൽ ഒന്നു പൂർത്തിയായതിനു ശേഷം ഞാൻ തല തടവിയോ എന്ന് സംശയിച്ചാലോ ആ സംശയത്തിന് സ്ഥാനമില്ല, ആ സംശയം കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുപോലെ നിസ്കാരത്തിലും അങ്ങനെ തന്നെ. നിസ്കാരത്തിൽ മൊത്തത്തില് ചെയ്തുകൊണ്ടിരിക്കെ സുജൂദ് കിടന്നപ്പോൾ ഞാൻ റുക്കൂ ചെയ്യുന്നവന് സംശയിച്ചു, അല്ലെങ്കിൽ സലാം വിട്ടുന്നതിന് മുമ്പ് അത്തഹിയാത്ത് ഓതി തീർത്തോ എന്ന് ഞാൻ സംശയിച്ചാൽ വീണ്ടും അത്തഹിയാത്ത് ഓതണം. എന്നാൽ സലാം വിട്ടതിന് ശേഷം ഞാൻ ഫാത്തിഹ ഓതിയോ അല്ലെങ്കിൽ അത്തഹിയാത്ത് ഓതിയോ സംശയിച്ചാലോ ആ സംശയത്തിന് സ്ഥാനമില്ല. അപ്പോ ഫാത്തിഹയിൽ അങ്ങനെ മറവി വന്നാൽ, ഫാത്തിഹയുടെ ഇടയിലാണ് ഒരു മറവി വരുന്നെങ്കിൽ അത് ശ്രദ്ധിക്കണം, വീണ്ടും മടക്കി ഓതണം. പിന്നെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ദുആ ഉൽ ഇഫ്തിതാഹ് ഉണ്ടല്ലേ, നമ്മൾ അതിന് വജ്ജഹത്തു എന്ന് പറയും. അതിന്റെ യഥാർത്ഥ പേര് ദുആ ഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന എന്നാണ്. നമുക്കത് പ്രബലമായ സുന്നത്താണ്. അത് ഹനഫി മദ്ഹബില് വാജിബുമാണ്, നിർബന്ധമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹനഫി മദ്ഹബില് വാജിബായ ഒരു കാര്യം നമുക്കത് മുഅക്കദായ സുന്നത്താകും. അപ്പൊ നമുക്ക് വജ്ജഹത്ത് ഓതല് പ്രബലമായ സുന്നത്താണ്. മയ്യിത്ത് നിസ്കാരം ഒഴികെയുള്ള എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ജഹത്ത് ഓതൽ സുന്ന. ഇപ്പൊ ഹാജർ പറഞ്ഞാണ് ശരി, മയ്യിത്ത് നിസ്കാരത്തില് വജ്ജഹത്ത് സുന്നത്തില്ല. ബാക്കിയുള്ള എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും സുന്നത്ത് നിസ്കാരങ്ങളിലും എന്ത് വേണം? വജ്ജഹത്ത് ഓതണം. അപ്പൊ തറാവീഹിനോ എത്ര റക്അത്തിൽ ഓതണം? എല്ലാ 2 റക്അത്തിലൂടെ പറഞ്ഞിട്ടുള്ള എല്ലാ 2 റക്അത്തിലും അള്ളാഹു, ആദ്യത്തെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമാണ്. എല്ലാ 2 റക്അത്തിന്റെയും ആദ്യത്തെ റക്അത്തിലെ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞിട്ട് അഊദും ബിസ്മിയും ഓതാതിരിക്കുന്ന ഒരാളിന് വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. അപ്പോ പിന്നെ ചോദിക്കാം, തറാവീഹ് മഅ്മൂമീങ്ങൾക്കൊക്കെ ആണെങ്കിൽ തറാവീഹിനായാലും വജ്ജഹത്ത് ഓതാൻ സമയം കിട്ടും അല്ലേ ഇമാമിന്റെ ഫാത്തിഹയില് കേട്ടോ. ഇപ്പൊ ഇമാമിങ്ങളോ ഇമാമിനെന്ന് പറയുമ്പോൾ നമുക്ക് നീട്ടാൻ പറ്റൂല. ഈ നിസ്കാരം നീട്ടാൻ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മൾ ആർക്കൊത്തെ നീക്കാൻ പറ്റുള്ളൂ.
നമുക്ക് മാമുമീങ്ങൾക്കൊത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ ആള് കുറയും, അല്ലെങ്കിൽ നിസ്കരിക്കൂല. അത് അല്ല, ഏറ്റവും വേഗത്തിൽ പോണ പള്ളിയിൽ മോമിയങ്ങള് കൂടും. അപ്പൊ എല്ലാം നോക്കണമല്ല. അപ്പൊ അവിടെ തറാവീഹ് നിസ്കാരത്തിലായാലും എല്ലാവർക്കും, ഇമാമിനും മാമുമിനും ഒക്കെ വജ്ഹത്ത് ഓതൽ സുന്നത്താണ്. മാത്രമല്ല, വജ്ഹത്ത് വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ഇങ്ങനല്ലേ എല്ലാവരും ഓതുന്നത്? അങ്ങനെ തന്നെയല്ലോ അല്ലേ? ചിലർ ഓതിലൊക്കെ നമ്മളെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് വരുന്നൊരു അബദ്ധമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ തിരുത്താറുണ്ട്. കുട്ടികളെയും ചിലപ്പോൾ വലിയവർക്കും വരും. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ, എല്ലാവരും പറഞ്ഞേ, വമാ അന മിനൽ മുശ്രിക്കീൻ, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല എന്നാണ്. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല എന്ന് പറയാൻ ബഹുദൈവ വിശ്വാസികൾ പെട്ടവനല്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിക്കുക. അവിടെ മാറിപ്പോയാലേ അർത്ഥം മാറും. എന്തെന്ന അർത്ഥമായി? മുശ്രിക്കീങ്ങളിൽ പെട്ടവനാണെന്നായി. വലിയ അബദ്ധമാണ്. മുശ്രിക്കീങ്ങളിൽ പെട്ടതാണ് ഞാൻ പറയാം. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് അങ്ങനത്തെ അബദ്ധമാണ്. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. മറിച്ച് ഏതെന്നെ പറയണം? വമാ അന മിനൽ മുശ്രിക്കീൻ. എന്നാൽ നേരെ അവസാനോ, ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. അവിടെ ഏത് വരാനും പാടില്ല. അവിടെ വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്നാണ് അർത്ഥം. വന്നാലോ മുസ്ലിമീങ്ങളിൽ അല്ലെന്നർത്ഥം വരും. അപ്പൊ അവിടെ വമാ അന മിനൽ മുശ്രിക്കീൻ മാ വേണം. അവസാനം വ അന മിനൽ മുസ്ലിമീനിൽ മാ ഒഴിവാക്കുകയും വേണം. പഠിച്ചു വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ആറങ്ങ അബദ്ധത്തില് ഒരു മാടെ കാര്യമല്ലേ, ഒരു മായല്ലേ, ചിലപ്പോ മുകളിൽ ഒഴിവാക്കും, താഴെ വരും. പ്രശ്നമായില്ലേ? അപ്പൊ അതുകൊണ്ടത് ശ്രദ്ധിച്ച് നമ്മളൊന്ന് അവരവരെ വജ്ഹത്ത് ഓതി നോക്കണം, ക്ലിയർ തന്നെ എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വജ്ഹത്തു വജ്ഹി ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞാലും വജ്ഹത്ത് ഓതിയതിന്റെ സുന്നത്ത് കിട്ടും. അത്രേ മതി. ഖുർആനിലെ ആയത്ത്, ഈ ഒരൊറ്റ ആയത്ത് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രേ മതി. പിന്നെ ബാക്കിയും കൂടെ പറയല് വജ്ഹത്തുവിന്റെ പൂർണ്ണതയാണ്. ഏതായാലും സമയമില്ലെങ്കിൽ പോലും ഇതിന്റെ ആദ്യത്തെ ഭാഗമെങ്കിലും എന്ത് ചെയ്യണം? കൈകെട്ടി ഉടനെ പറയണം. പക്ഷെ ഒരാൾ കൈകൊട്ടനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഉടനെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഫാത്തിഹ തുടങ്ങിപ്പോയാൽ പിന്നെ വജ്ഹത്തിലേക്ക് തിരിച്ചു വരണ്ട. ഫാത്തിഹയിലേക്ക് വജ്ഹത്തിലേക്കാണ് അത് വജ്ഹത്തിന്റെ സ്ഥാനം പോയി. കാരണം സുന്നത്തിനെ വിട്ടിട്ട് നമ്മൾ വീണ്ടും ഫർദിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ല? സുന്നത്തിലേക്ക് മടങ്ങേണ്ട ആവശ്യം ഇല്ല. അത് ആ സുന്നത്ത് അത് ഇവിടെ വജ്ഹത്ത് പോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിലും അങ്ങനത്തെ ഒരു കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ. പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമിന് തക്ബീർ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരം തന്നെ ശരിയായില്ല എന്ന് ധരിക്കുന്ന പാവങ്ങളുണ്ട്. കാരണം പെരുന്നാൾ നിസ്കാരത്തിൽ മാത്രമാണ് എന്തുള്ളത്? ഈ 7, 5 തക്ബീർ ഉള്ളത്. അപ്പൊ ഒരാള് ഇതുപോലെ അല്ലാഹു അക്ബർ പറഞ്ഞു, ആ നിസ്കാരം പെരുന്നാൾ നിസ്കാരത്തിൽ വജ്ഹത്ത് സുന്നത്തുണ്ട്. വജ്ഹത്ത് ഓതിയതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? തക്ബീർ ചൊല്ലേണ്ടത്. പക്ഷെ ഒരാൾ വജ്ഹത്ത് ഓതിയതിനു ശേഷം സാധാരണ നിസ്കാരത്തിൽ അഊദു കൊണ്ട് ബിസ്മി ഓതി ഫാത്തിഹ ഓതലല്ലേ? അപ്പൊ ഇമാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അയ്യോ തക്ബീർ ചൊല്ലിയില്ലല്ലോ എന്ന് വന്നാൽ അവിടെ തക്ബീറിന്റെ സ്ഥാനം ഇല്ല. ഏതുപോലെ ഔദ് ഓതി തുടങ്ങിയാൽ വജ്ഹത്തു ഇല്ലാത്തതുപോലെ ഫാത്തിഹ ഓതി തുടങ്ങിയാൽ ഔദ് ഓതി തുടങ്ങിയാൽ പിന്നെ എന്തിന്റെ സ്ഥാനം ഇല്ല? തക്ബീർ. ആ തക്ബീറിലേക്ക് മടങ്ങിയാൽ നിസ്കാരം ബാത്തിലാവൂല. അത് നിസ്കാരം ബാത്തിലാകുന്നത് ഫിഇലിയായ ഫർദിലേക്ക് മടങ്ങിയാൽ മാത്രമേ നിസ്കാരം ബാത്തിലാവുള്ളൂ. ഇത് ഖൗലിയായ ഫർദ് ആയതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും, പക്ഷെ സ്ഥാനം ഇല്ല എന്നർത്ഥം. ഞാനത് അവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ കൈകെട്ടിയ ഉടനെ ഔദ് ഓതി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെന്ത് ചെയ്യണ്ട? വജ്ഹത്തിലേക്ക് മടങ്ങണ്ട. ഔദ് ഓതിയില്ലെങ്കിലാണ് വജ്ഹത്ത് ഓതല്. വളരെ ശ്രേഷ്ഠമായ ദുആയാണ് വജ്ഹത്ത്. അതുകൊണ്ട് എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളിലും വജ്ഹത്ത് ഓതണം. ഇനി നമുക്ക് ഒരു സംശയം വേറെ വരാം. ഒരു മസ്ബൂക്കായ ഒരാള്, പിന്തുടരുന്ന ഒരാള് വന്ന് ഇമാമിനോടൊപ്പം കൂടി. അപ്പൊ ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ വജ്ഹത്ത് ഓതി കഴിഞ്ഞാൽ എനിക്ക് ഫാത്തിഹ പൂർണ്ണമായിട്ട് കിട്ടൂല. അങ്ങനെ ഉണ്ടെങ്കിലോ വജ്ഹത്ത് ഓതണോ വേണ്ടേ? ചോദ്യം മനസ്സിലായില്ലേ? ജമാഅത്ത് നിസ്കാരത്തിൽ നമ്മൾ വന്നു, ഇമാമ് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇമാമ് സൂറത്ത് ഓതി തീരുന്നതിന് മുമ്പ് ഞാൻ വജ്ഹത്തും കൂടെ ഓതി കഴിഞ്ഞാൽ ഫാത്തിഹ തീരത്തില്ല.
എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണ്ട? വജ്ഹത്ത് ഓതണ്ട, നേരെ എവിടേക്ക് കിടക്കണം? ഫാത്തിഹയിലേക്ക് കിടക്കണം. അതാണ് ശരി. ഇനി ളുഹർ അസ്ർ പോലെയുള്ള നിസ്കാരത്തില് പതുക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരത്തില് ഇമാം എപ്പോഴാ റുക്കുവിലേക്ക് പോകണേ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. കാരണം എന്തുകൊണ്ടാ? ഇമാം ഉറക്കം ഓതുന്നില്ല. അവിടെ എന്റെ ഒരു ധാരണ, ഞാൻ വജ്ഹത്ത് ഓതിയാലും എനിക്ക് ഫാത്തിഹയും സൂറത്തൊക്കെ ഓതാനുള്ള സമയം കിട്ടുമെന്ന് ധാരണ ഉണ്ടെങ്കിൽ വജ്ഹത്ത് ഓതാം. ഇനി സൂറത്ത് ഓതാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വജ്ഹത്ത് ഓതാം. അവിടെ വജ്ഹത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതാണ്. മനസ്സിലായല്ലോ? വജ്ഹത്ത് ഓതി കഴിഞ്ഞാൽ വജ്ഹത്തുവിന്റെ അളവ് അത്രയും എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതല് നിർബന്ധമാണ്. അപ്പൊ നമ്മള് വജ്ഹത്ത് ഫാത്തിഹ ഓതാൻ സമയം ഉണ്ടാവോ ഇല്ലെന്ന് സംശയിച്ചിട്ട് നമ്മൾ വജ്ഹത്ത് ഓതി പകുതി എത്തിയിട്ട് ഇമാം റുക്കുവിലേക്ക് പോയാലും വജ്ഹത്തിന്റെ അത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹയും ഓതണം. കാരണം ഫർള് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സുന്നത്ത് ചെയ്തത് കൊണ്ട് അത്രയും സമയം നമ്മൾ ഫർള് നിർവഹിക്കണം. അതാണ്. ഇനി ഒരാളിന് ഫാത്തിഹ ഓതാൻ അറിയില്ല, അതൊരു വിഷയമാണല്ലോ. ഫാത്തിഹ ഓതാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ അർത്ഥം ഇപ്പോഴും അറിഞ്ഞൂടെന്നല്ല, ഇപ്പോഴും ഫാത്തിഹ ഓതാൻ അറിഞ്ഞൂടെന്നല്ല. ഒരാൾ പെട്ടെന്ന് മുസ്ലിമായ ഒരാളിന് ആദ്യത്തെ വഖ്തോ രണ്ടാമത്തെ വഖ്തിലോ ഫാത്തിഹ ഓതാൻ അവസരം കിട്ടിയില്ല, പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉസ്താദിനെ കിട്ടിയില്ല, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെയുള്ളവർക്ക് എത്ര ഫാത്തിഹയുടെ ആയത്തറിയുമോ അത് ആവർത്തിച്ച് ഓതണം, ഫാത്തിഹയുടെ അളവ്. ഇനി ഫാത്തിഹ തീരെ പഠിച്ചിട്ടില്ല, പെട്ടെന്ന് മുസ്ലിമായ ഒരാള്, അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഉടനെ ഫാത്തിഹ നിസ്കാര നിർബന്ധമായ പക്ഷെ അവന് ഇതുവരെ ഫാത്തിഹ ഓതാൻ പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. അങ്ങനെയുള്ള ഒരാളിന് ഫാത്തിഹയുടെ സ്ഥാനത്ത് ഏതെങ്കിലും ദിക്ർ ചൊല്ലിക്കൊണ്ട് നിന്നാലും അവന്റെ ഫർള് വീടും. ആർക്കാണത്? പഠിക്കാൻ സാഹചര്യം കിട്ടാത്തവർക്ക്. അതൊന്നും ആരെ ബാധിക്കൂല, നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഫാത്തിഹ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിസ്കാര നിർബന്ധമാണ് എന്ന സ്ഥാനത്താണ്. അല്ലാഹു അക്ബർ. നമുക്കൊക്കെ പിന്നെ അല്ലേ 1000 വട്ടം നിർബന്ധമായി കഴിഞ്ഞല്ലോ. അല്ലാഹു തആല എന്തെല്ലാം സാഹചര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തന്നു. പിന്നെ എന്തെങ്കിലും വന്നാൽ നമ്മളുടെ അശ്രദ്ധ കൊണ്ടോ നമ്മളുടെ അലസ്യത കൊണ്ടോ ആയിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് വീണ്ടും നമുക്ക് ഊന്നി പറയാനുള്ളതാണ്, നമ്മളുടെ അമലുകൾ സഹിയാകാൻ നമ്മൾ ഫർളായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കണം. അത് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കുകയും വേണം. ഇനി നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടുള്ളത് ആമീൻ പറയലാണ് അല്ലേ. അഊദ് ഓതല് സുന്നത്താണ്, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. എല്ലാത്തിലും ഫാത്തിഹയ്ക്ക് അഊദ് ഓതല് സുന്നത്താണ്. പിന്നെ ആമീൻ പറയുന്ന കാര്യം പറഞ്ഞു. വലല്ലാലീൻ എന്ന് പറഞ്ഞതിന് ശേഷം, ശ്വാസം വിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ആമീൻ പറയേണ്ടത്. എല്ലാവർക്കും വരുന്ന ഒരു അബദ്ധമാണത്. അത് ആമീന്റെ സ്ഥാനം കിട്ടൂല, പല ഫാത്തിഹയുടെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എത്ര വേഗത്തിലാണ്, എത്ര സ്പീഡിൽ നിസ്കരിച്ചാലും വലല്ലാലീൻ എന്ന് പറഞ്ഞ് ശ്വാസം വിടണം. എന്നിട്ട് ഒരു അല്പം അവിടെ അതിന്റെ ഇടയിൽ റബ്ബിഗ്ഫിർലി എന്ന് പറയൽ സുന്നത്താണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വലല്ലാലീൻ പറഞ്ഞിട്ട് എന്ത് പറയണം? റബ്ബിഗ്ഫിർലി എന്നിട്ട് ആമീൻ. കാരണം ഒരു കാരണവശാലും ഫാത്തിഹയും ളാലീനും ആമീനും ഒന്നാവരുത്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ആമീൻ വേറെയായിട്ട് തന്നെ പറയണം. അപ്പൊ മൗമൂമിങ്ങൾ ആമീൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന്, ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമ് ആമീൻ പറയുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ മൗമൂമിങ്ങൾ ആമീൻ പറയാൻ പാടുള്ളൂ. എങ്കിലേ അവരുടെ ആമീന് പ്രതിഫലമുള്ളൂ, സുന്നത്ത് കിട്ടുള്ളൂ. നിസ്കാരത്തിലെ ഏതൊരു ഫർളും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇമാമിന്റെ പിറകെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇമാമിന്റെ പിറകെ, ഇമാമ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇമാം ഫാത്തിഹ ഓതുമ്പോൾ കൂട്ടത്തിൽ ഓതരുത്. ഇമാം ഫാത്തിഹ ഒന്നോ രണ്ടോ ആയത്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. കാരണം കൂട്ടത്തിലായപ്പോൾ അതിനോടൊപ്പമാകും. ഒരു ഫർളും അങ്ങനെ ഒരു കാര്യവും അങ്ങനെ ഇല്ല. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയാൻ വേണ്ടി കാത്തു നിൽക്കരുത്. നമ്മൾ അല്ലാഹു അക്ബർ പറയാൻ ഇമാമിനോടൊപ്പം ആകാൻ പാടില്ല. മറിച്ച് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷമേ നമ്മൾ ഏത് തുടങ്ങാവൂ? തുടങ്ങാവൂ, അല്ലാഹു അക്ബറിൽ തുടങ്ങാവൂ. ഇമാം റുക്കൂഇലേക്ക് പോയതിന് ശേഷമേ നമ്മൾ എവിടെ നിന്ന് തുടങ്ങാവൂ? ഇമാം ചിലപ്പോൾ റുക്കൂയിൽ തുടങ്ങുന്ന മുമ്പേ അല്ലാഹു അക്ബർ പറഞ്ഞ്, നമ്മൾ ചിലപ്പോൾ ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു തീരുന്ന മുമ്പേ നമ്മൾ റുക്കൂയിൽ എത്താൻ പാടില്ല. ഏത് കാര്യം അങ്ങനെ, സുജൂദായാലും അങ്ങനെ തന്നെ. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം ഇമാമിനോടൊപ്പം ചെയ്യാം.
അത് ഏതാണ്? ആമീൻ. അതാണ് അത്. ആമീൻ, ആമീൻ മാത്രം നമുക്ക് ഇമാമിനോടൊപ്പം ചെയ്യാം. ഇതാ അമ്മനൽ ഇമാം ഫഅമ്മിനു മഅഹു. ഇമാം ആമീൻ പറഞ്ഞാൽ, ഫാത്തിഹ ഓതിയതിനു ശേഷം ഇമാം ആമീൻ പറഞ്ഞാൽ, ഫഅമ്മിനു മഅഹു, നിങ്ങളും ഇമാമിനോടൊപ്പം ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക, ആരുടെയെങ്കിലും ആമീൻ മലക്കുകളുടെ ആമീനിനോട് യോജിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകടന്നു പോയ എല്ലാ പാപങ്ങളും മാപ്പാക്കപ്പെടുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീനിന് വലിയ വിലയാണ്. ആമീൻ. ജൂതന്മാർക്ക് നമ്മോടുള്ള അസൂയ രണ്ട് കാര്യത്തിലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, നമ്മളെ പരസ്പരമുള്ള സലാം പറച്ചിൽ അവർക്ക് വലിയ അസൂയാണ്. കാരണം എപ്പോ കണ്ടാലും അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലുണ്ടാകട്ടെ, അള്ളാഹുവിന്റെ രക്ഷ നിന്റെ മേലുണ്ടാകട്ടെ എന്നല്ലേ പറയാ. എപ്പോഴും പരസ്പരം ദുആയാണല്ലോ. അതവർക്ക് അസൂയാണ്. അതിന്റെ യാഥാർത്ഥ്യം അവർക്ക്. രണ്ടാമത് അവർക്ക് ഏറ്റവും അസൂയ മുസ്ലിമീങ്ങളുടെ കൂട്ടമായിട്ടുള്ള ആമീൻ. ഒരാൾ ദുആ ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും ആമീൻ പറയുമ്പോൾ അവരുടെ നല്ലവരിൽപ്പെട്ട ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് മോശപ്പെട്ടവരുടെ ആമീനും ദുആയും അല്ലാഹു തആല സ്വീകരിച്ചു പോകും. ഇത് യഹൂദികൾക്ക് വലിയ അസൂയാണ്. അപ്പോൾ ഫാത്തിഹയിലെ ആമീനിന് വലിയ വിലയാണ്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ, അവിടെ നമ്മളോടൊപ്പം നിസ്കരിക്കുന്ന അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. ഉണ്ടാവൂലേ? അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാകും. മൺമറഞ്ഞു പോയ അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ ജിന്നുകൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അപ്പോ നമ്മള് ഇമാം ആമീൻ പറയുമ്പോൾ ആ മലക്കുകളും ജിന്നുകളും ഒക്കെ എന്ത് ചെയ്യും? ആമീൻ പറയും. അതിനോടൊപ്പം നമ്മൾ ആമീനും കൂടി യോജിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അവന്റെ മുൻകടന്ന് പോയ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടുന്നതാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ആമീൻ അത് കൃത്യമായിരിക്കണം. സഹാബാക്കൾ ആമീൻ പറയുമ്പോൾ പ്രകമ്പനം കൊള്ളുമാറ് ശക്തിയില് ഉച്ചത്തിൽ ആമീൻ പറയുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അവർ ആവേശത്തോടുകൂടി ആമീൻ നിസ്കാരത്തിൽ ആമീനിന് ആമീൻ പറയുമായിരുന്നു എന്നോ. പക്ഷെ നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകാതിരുന്നാൽ മതി. അത് ആമീൻ പറയുന്നതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരുന്നായാലും സ്വലാത്തിലെ എല്ലാത്തിനും മിതമായൊരു ശബ്ദം അല്ലെ, നമുക്ക് ഈമാനികമായ ആവേശം. പക്ഷെ നമ്മളുടെ ശബ്ദം മറ്റുള്ളവർക്ക് എന്താവരുത്, അരാജകത്വമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന രൂപത്തിൽ ആകാതെ നമുക്ക് മിതമായി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഉറക്കെ പറയാം. ആമീന്റെ കാര്യത്തിൽ മലക്കുകളെ സഹാബാക്കളെ കുറിച്ച് അങ്ങനെ ഹദീസ് കണ്ടിട്ടുണ്ട്. അവര് പള്ളിയൊക്കെ പ്രകമ്പനം കൊള്ളുമാറെന്ത് ചെയ്യാറുണ്ട്? അവര് ആവേശത്തില് ആമീൻ പറയും. ഓരോരുത്തർ ആമീൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആമീൻ പറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അവിടുത്തെ ദുആ, ഒരാളാണ് ദുആ ചെയ്യുന്നത്, മറ്റുള്ളവരൊക്കെ ആമീൻ പറയുന്നു എങ്കിലും യഥാർത്ഥത്തിൽ അവിടെ എല്ലാവരും ദുആ ചെയ്യുന്ന പോലെയാണ്. ആമീന്റെ വില അതാണ്. അപ്പൊ ഞാൻ മാത്രം ദുആ ചെയ്യുന്നു, നിങ്ങളെല്ലാം ആമീൻ പറയുന്നു. നിങ്ങളൊക്കെ രണ്ടാമത്തെ ആളുകളല്ല. നമ്മളെല്ലാം ഏത് സ്ഥാനത്ത് തന്നെയാണ്? ഒരു സ്ഥാനത്താ. നമ്മളെല്ലാം ഏതർത്ഥത്തിലാണ്? നമ്മളെല്ലാവരും ഒരുമിച്ച് ദുആ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമീന്റെ വില അതാണ്. അപ്പൊ ഒരാൾ ആമീൻ പറയാതിരുന്നാൽ അതിന്റെ അർത്ഥം അവൻ ഏതിൽ പങ്കെടുത്തിട്ടില്ല? ആ ദുആയിൽ പങ്കെടുത്തിട്ടില്ല. ഒരാള് അലസമായിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ആ പ്രാർത്ഥനയില് താല്പര്യമില്ല. ദുആ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ദുആ ചെയ്താലും കൂട്ടമായി ദുആ ചെയ്താലും ഇത് ഞാൻ എൻ്റെ യജമാനനായ ഉടമസ്ഥനായ റബ്ബിനോട് ചോദിക്കുന്നതാണ്, ഇതെനിക്ക് കിട്ടാൻ വേണ്ടി ചോദിക്കുന്നതാണ് എന്ന ഗൗരവത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. അലസമായ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആഇ ഖൽബിൻ ഗാഫിൽ, അശ്രദ്ധമായ ഹൃദയത്തിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഇന്നവര് ചെയ്യണ ദുആ അല്ലേ, അത് വേണമെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് എന്തുവാ. ഇപ്പൊ നമ്മളെ 3-ാം പാത്തിയൊക്കെ 7-ാം പാത്തിയൊക്കെ ചെന്നിരുന്നാലും വിളിച്ചും പോയി വന്നും പോയി ദുആയും തീരണില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പാവങ്ങൾ ഇരുന്നിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടാകും. അതിനിപ്പോ ഇമാമിനെ അവര് വീട്ടുകാരെ ദുആ ചെയ്യാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പൊ ഇമാമിന് എന്ത് ചെയ്തേ പറ്റുള്ളൂ? കാര്യമായിട്ട് ദുആ ചെയ്തേ പറ്റൂ. പക്ഷെ വന്നിരിക്കുന്നവരെല്ലാവരും ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കണമെന്നില്ല. അവൻ കൂട്ടുകാരൻ വിളിച്ചും പോയി വരാതിരിക്കാനും പറ്റൂല. അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചു പോവേണ്ട ധൃതിയിൽ ദുആ
അപ്പൊ നമ്മളെ വീട്ടിലെ ദുആ നമുക്ക് വേണ്ടിയുള്ള ദുആയാണെങ്കിൽ നമുക്ക് കൂടുതൽ അതിനോട് മാനസികമായി ഇഷ്ടം അടുപ്പം കാണും. മറ്റൊരാളിന്റെ അടുത്താകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ഒരു ഇതുണ്ടാവണമെന്നില്ല. പക്ഷെ ദുആ എവിടെ വെച്ച് ചെയ്താലും ആര് ചെയ്താലും ആ ചെയ്യുന്ന ആളിന്റെ പ്രത്യേകത മാത്രമല്ല അള്ള നോക്കുന്നത്, ആ ചെയ്യുന്ന ആളിന്റെ വലിപ്പം മാത്രമല്ല നോക്കുന്നത്, ആ സദസ്സിന്റെ മുഴുവൻ ആളുകളെയും അല്ലാഹു തആല പരിഗണിക്കുന്നുണ്ട്. ദുആ ചെയ്യുന്ന ആള് മോശമായിരിക്കും, ഈ മാനവികമായിട്ട് അമലിലൊക്കെ മോശം. പക്ഷെ ആമീൻ പറയുന്ന ഒരാൾ നല്ല ആളുണ്ടെങ്കിലോ അല്ലാഹു തആല ദുആ മുഴുവനും സ്വീകരിക്കാൻ അത് കാരണമാകും. അതാ 40 പേര് ഒരു സ്ഥലത്ത് കൂടിയാൽ അവിടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വലി ഉണ്ടാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അപ്പൊ ദുആക്ക് എല്ലാ ദുആക്കും പ്രാധാന്യമുണ്ട്. പക്ഷെ ആ ദുആയുടെ ഫലം പലർക്ക് കിട്ടുന്നത് പല രൂപത്തിലായിരിക്കും. അഥവാ ആ ദുആ ചെയ്യുന്ന ആത്മാർത്ഥത ആർക്കൊക്കെ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് കിട്ടും. ചുരുക്കത്തിൽ ദുആ ചെയ്യുന്ന ആൾ മാത്രമല്ല ദുആ ചെയ്യുന്നത്, അള്ളാഹു പരിഗണിക്കുന്നത് ആമീൻ പറയുന്നവരെയും ഏതായിട്ടാണ് പരിഗണിക്കുക? ദുആ ചെയ്യുന്നവരായിട്ടാണ് പരിഗണിക്കുക. ഖുർആനിൽ തെളിവുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറഔനിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നു. ആ സമയത്ത് കൂട്ടത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം ഉണ്ട്. ഹാറൂൻ നബിക്ക് വേണ്ടി മൂസാ നബി ദുആ ചെയ്ത് അള്ളാഹ് പ്രവാചകനാക്കി കൊടുത്തതാ. ആ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും കൂടി വേണ്ടി മൂസാ നബി ദുആ ചെയ്യുന്നുണ്ട്. മൂസാ നബി ദുആ ചെയ്തു. കൂട്ടത്തിൽ നിന്ന് ഹാറൂൻ നബി എന്ത് പറഞ്ഞു? ആമീൻ പറഞ്ഞു ദുആക്കി. പക്ഷേ അല്ലാഹു തആല മറുപടി കൊടുത്തപ്പോ പറഞ്ഞത്, മൂസ നിങ്ങളുടെ ദുആക്ക് ഞാൻ മറുപടി തന്നു എന്നല്ല, ഫഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങളുടെ രണ്ടുപേരുടെ പ്രാർത്ഥനയ്ക്കും ഞാൻ ഉത്തരം തന്നിരിക്കുന്നു. യഥാർത്ഥത്തിലൂടെ ദുആ ചെയ്ത എത്ര ഒരാള് മൂസാ നബി മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തന്നു എന്ന് അന്ന് പറയാൻ കാരണം എന്താണ്? ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം ഒരാളല്ല ദുആ ചെയ്തത്, രണ്ടുപേർ. അപ്പൊ നിസ്കാരത്തിന് ശേഷമായാലും നമ്മൾ ഇപ്പോഴത്തെ വാതിന് ശേഷമായാലും നമ്മൾ 10-15 പേര് 10-20 പേര് ഇവിടെ ഇരുന്ന് ഒരാൾ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞ അതിന്റെ അർത്ഥം ഒരാളുടെ ദുആ എന്നല്ല, ആ 20 പേരും അള്ളാഹുവിനോട് ദുആ. അപ്പൊ ആമീനിന്റെ വില അതാണ്. ഒരാൾ ദുആ ചെയ്ത മറ്റുള്ളവർ ആമീൻ പറഞ്ഞാൽ അവരെല്ലാം ദുആ ചെയ്യുന്നതിന്റെ സ്ഥാനത്താണ്. ഇതിനോടാണ് ജൂതന്മാർക്ക് വലിയ അസൂയ ഉണ്ടാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആമീൻ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ആമീൻ അത്ര ഗൗരവം. പക്ഷെ ആമീന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇമാമിന്റെ ആമീനിനോടൊപ്പം തന്നെ ആമീൻ പറ. അതുകൊണ്ട് ഇമാമിന് ഉറക്കെ ആമീൻ പറയൽ സുന്നത്താണ്. കാരണം മഅ്മൂമീങ്ങൾ കേൾക്കാൻ വേണ്ടി ഉറക്കെ ആമീൻ പറയൽ സുന്നത്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അല്ലാഹു തആല കൃത്യമായിട്ട് സഹിയായ നിലയിൽ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.